ഇന്ന് ലാലേട്ടൻ ആ ഒരു നെവിൻ ഷാനവാസ് വിഷയത്തെ പറ്റി ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചർച്ച ചെയ്യാതിരുന്നതും അതേപോലെ ഒരു തെളിവും പുറത്തു വിടാതിരുന്നതും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു കേട്ടോ. അപ്പൊ ആ ഒരു തിങ്കിങ്ങിനിടയിൽ ഇങ്ങനെ ഒരു കമന്റ് കാണാനിടയായി. നമ്മുടെ ഒരു പ്രേക്ഷക ഒരു വീഡിയോയ്ക്ക് അടിയിലിട്ട ഒരു കമന്റ് ആണ്. കമന്റിൽ എഴുതിയിരുന്നത് ഇതാണ്: നെവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഏഷ്യനെറ്റ് തെളിയിച്ചേനെ എന്ന്. കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞത്? ഈ ഒരു ഇഷ്യൂ നടന്ന് രാത്രിക്ക് രാത്രി തന്നെ വിഷ്വൽസ് എല്ലാം പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ച് അത് തെളിയിച്ചിട്ടുണ്ടാവും ഭാരപ്പെട്ടവര്. അപ്പൊ നമ്മളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മളിതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാണ്, നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തിരുന്ന് കുറെ തപ്പി നോക്കിയതാണ്. എപ്പിസോഡിനകത്തോ BB+നകത്തോ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല ഈ ഒരു കാര്യം. അപ്പൊ ആ ഒരു സംഭവം ലൈവിൽ കാണിച്ചതിന് ശേഷം മുക്കിയതാവാനാണ് സാധ്യത. കാരണം എവിടെയും ഇല്ല അത്. അപ്പൊ ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ്? ഈ ഒരു വിഷയത്തിൽ 100 അല്ല 150 അല്ല 500% ന്യായം ഷാനവാസിന്റെ ഭാഗത്താണ്. ഷാനവാസിന്റെ ഭാഗത്ത് മാത്രമാണ് ന്യായം. നെവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ശരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഷാനവാസിനെ ലാലേട്ടനും ബിഗ് ബോസ് ടീമും വലിച്ചു കീറി ഒട്ടിച്ചേനെ എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ടതില്ല. ഒരു വിഭാഗം പ്രേക്ഷകർക്കെങ്കിലും ഇത് തോന്നിക്കാണണം. മെജോറിറ്റി ഓഡിയൻസും ഈ രീതിയിലൊന്നും ആലോചിക്കാതിരിക്കാൻ മാക്സിമം കോമഡി പറഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ലാലേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇന്നത്തേതൊരു സൂത്തിങ് എപ്പിസോഡ് ആയിരുന്നു എന്ന് ഞാൻ എഴുതിയതല്ല കേട്ടോ. ഹോട്ട്സ്റ്റാറിൽ എഴുതിയിരുന്നത് അങ്ങനെയാണ്: സൂത്തിങ് വീക്കെൻഡ് വിത്ത് ലാലേട്ടൻ. ഇത്രയും നിർണായകമായ ഒരു എപ്പിസോഡ് സൂത്തിങ് ആക്കാൻ കാണിച്ചതിന് പിന്നിലെ ആ ഒരു ഉദ്ദേശശുദ്ധി, ആ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത്. അവിടെയും ഇവിടെയും തൊടാതെ കുറെ ഫിലോസഫി അടിച്ച് നെവിനെ ലാലേട്ടൻ സപ്പോർട്ട് ചെയ്തതും ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ഷാനവാസിന്റെ ഭാഗം ഇതിനകത്ത് ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനീഷ് ഇതൊക്കെ വായിച്ചെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുള്ളി ഒരു ബുദ്ധിരാക്ഷസനാണ്. ഇതുകൊണ്ടൊന്നും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഒരു കോട്ടവും തട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നാളെ എന്തായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത. നാളെയും ഈ രീതിയിൽ തന്നെ ആയിരിക്കും. പിന്നെ എവിക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറെ സമയം അങ്ങ് പോകും. എവിക്ഷൻ ഡ്രാമ കാണുന്ന നാളെ ഉറപ്പാണ്. അപ്പോ ഈ ഒരു വീക്കെൻഡ് ഈ രീതിയിൽ തന്നെ പോകാനാണ് സാധ്യത. ഒരു രീതിയിലുള്ള ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡുകളിൽ നിന്നും. എനിക്ക് മനസ്സിലായത് ഇതാണ്: നെവിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. നെവിൻ തെറ്റ് ചെയ്തതായിട്ട്, നെവിൻ ഈ രീതിയിൽ മോശമായിട്ട് പിടിച്ചതായിട്ട് അവര് കണ്ടിട്ടുണ്ട്. അത് മുക്കിയിട്ടുണ്ട്. ഓക്കെ, അത് പുറത്ത് പറയാതിരിക്കുന്നതാണ്, പുറത്ത് വിടാതിരിക്കുന്നതാണ്. ഈ ഒരു വീക്കിൽ ഇങ്ങനെ ഓടിക്കാനായിട്ടുള്ള പരിപാടിയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.